ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ പാർലമെന്റിൽ മോദിജിനെയും അമിത്ഷാനെയും കാണുന്നില്ല. രണ്ടുപേരും ഇതുവരെ പാർലമെന്റിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒരു ഓഫീസിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് പാർലമെന്റ് അവരുടെ ചേംബറിൽ വന്നിരിക്കുന്നുണ്ട്, പക്ഷേ അകത്തോട്ട് കയറുന്നില്ല. അപ്പോൾ ഇന്ന് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പുള്ളി ഒരു പത്രക്കാരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം ഫുൾ അലമ്പുണ്ടായിക്കൊണ്ടിരിക്കണേ, അതുകൊണ്ട് ഞാൻ വന്നിട്ട് കാര്യമില്ല എന്ന രീതിയിലാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പ്രതിപക്ഷം അവിടെ അലമ്പുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അവിടെ ഒച്ചപ്പാടുണ്ടാക്കുന്നതോ എന്ന് വെച്ചാൽ ഇവർ വരാത്തത് കൊണ്ടാണ്. കാരണം ഇവരോട് കാര്യം ചോദിക്കണ്ടേ. അതായത് രാജ്യത്തിന്റെ ഹോം മിനിസ്റ്ററാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിനോടാണ് ചോദിക്കേണ്ടത് സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റിൽ ആരാണ് പിള്ളേർക്ക് നേരെ വെടിവെക്കാനും അല്ലെങ്കിൽ പെല്ലറ്റൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞത്. ഇതിൽ ആൻസറബിൾ ആയിട്ടുള്ളത് ആരാണ്? ഇദ്ദേഹമാണ്. അപ്പൊ ഇദ്ദേഹം വന്ന് പറയണ്ടേ എന്താണ് സംഭവം എന്നുള്ളത്. ഇതിനു വേണ്ടിയാണ് പ്രതിപക്ഷം ബഹളം വെക്കുന്നത്. ഇവർ വന്നു കഴിഞ്ഞാൽ ആ ബഹളം മാറും, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഡിബേറ്റ് നടക്കും, കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകും. അപ്പൊ ജനങ്ങൾ അറിയും എന്താണ് കാരണം എന്നുള്ളത്. പക്ഷേ 18 ദിവസമായിട്ട് വന്നിട്ടില്ല. ഇനി 13-ാം തീയതി നാളെ ഒറ്റ ദിവസം കൂടിയേ ഉള്ളൂ, അതോടെ കഴിയും. പക്ഷേ ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയൂ, നമുക്ക് സംസാരിക്കാം, നാളെ 3 മണിക്കുള്ളിൽ നമുക്കിതെല്ലാം സംസാരിച്ച് തീർക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരു നരേഷൻ വന്ന എന്താന്ന് വെച്ചാൽ പ്രതിപക്ഷം ഇപ്പോഴും അലമ്പണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവർക്ക് താല്പര്യമില്ല, ഡിബേറ്റിന് വേണ്ടി ഒന്നും താല്പര്യമില്ല. ഡിബേറ്റ് അല്ല അവർ പറഞ്ഞത്, ക്വസ്റ്റ്യൻസ് ഞാൻ എന്നിട്ട് നാളെ വന്ന് പറയാം എന്ന രീതിയിലാണ്. പക്ഷെ നമുക്ക് വേണ്ടത് ഓപ്പൺ ഡിബേറ്റ് ആണ്. ആക്ച്വലി ഡിബേറ്റിന്റെയും ആവശ്യമില്ല, ഇദ്ദേഹം വന്ന് പറഞ്ഞാൽ മതി ആരാണ് പിള്ളേരെ പെല്ലറ്റ് ഗൺ യൂസ് ചെയ്യാൻ പറഞ്ഞത്, അല്ലെങ്കിൽ മറ്റേ ലാത്തിയിലും മറ്റേ നെയിലൊക്കെ യൂസ് ചെയ്ത് അടിക്കാൻ തന്നത്, ഇതിനൊക്കെ ഓർഡർ ഇട്ടത് ആരാണ്? ഇദ്ദേഹമാണോ? ഇദ്ദേഹം അല്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം അറിയാതെ ആരാണ് അവർക്കെതിരെ എങ്ങനെ പ്രവർത്തിച്ചത്? ഇതിനൊക്കെ ആൻസർ പറഞ്ഞാൽ മതി, പ്രതിപക്ഷം അടങ്ങിയിരുന്നോളൂ. എന്തായാലും പുള്ളി എന്താ പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. അതായത് ഇതിന്റെ ട്രാൻസ്ലേഷൻ വീഡിയോ തന്നെ നമ്മുടെ BJP പേജിൽ ഇട്ടിട്ടുണ്ട് കേരളത്തിലെ. देखिए, सबसे पहले तो लापता, भाग गए, भगोड़े हैं, इस प्रकार की भाषा भारत की सार्वजनिक जीवन में और संसदीय जीवन में अभी अभी सुनाई पड़ती है। जब से संसद सत्र शुरू हुआ तब से लगातार मैं संसद में आता हूं, मेरी चैम्बर में बैठा हूं। चूंकि संसद भवन के अंदर विपक्ष संसद को चलने ही नहीं दे रहा है, दोनों गृहों में। അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടാണ് ഒളിച്ചോടി പോയി കാണാനില്ല എന്നൊക്കെ പറയുന്നത്. ശരിയാണ്, ആദ്യമായിട്ടാണ്. ഇത്രയും വലിയ പ്രൊട്ടസ്റ്റ് നടന്നു. അപ്പോൾ അതിനെ അടിച്ചമർത്താൻ വേണ്ടി പോലീസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അതിന് ആരാണ് ഉത്തരവിറക്കിയത്? ഇതിന്റെയൊക്കെ ആൻസർ പറയാൻ ഇദ്ദേഹം ബാധ്യസ്ഥനല്ലേ? രാജ്യത്തിന്റെ ഹോം മിനിസ്റ്റർ അല്ലേ? അപ്പൊ ഇദ്ദേഹം അല്ലേ ഇത് പറയേണ്ടത്? അപ്പൊ ഇദ്ദേഹം പറയാതെ ചേംബറിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പ്രതിപക്ഷമല്ല, നാട്ടുകാരെല്ലാവരും പറയും ഇയാൾ ഒളിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഒളിച്ചോടി പോയി വരുന്നില്ല എന്നൊക്കെ. അതെന്തായാലും പറയും. നിങ്ങൾക്ക് പറയുന്നതാണ് വിഷമം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ തന്നെ വന്നിട്ട് സംസാരിക്കുക. എന്തുകൊണ്ടാണ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറ. നമ്പർ 1 ഈ പോയിന്റ് കാരണമാണ് ഞങ്ങൾ ചെയ്തത്. നമ്പർ 2 ഇത് ഞങ്ങളല്ല ചെയ്തത്, വേറെ ആരാണ് ചെയ്തത്? ക്ലിയർ ആയിട്ട് പറ. പ്രതിപക്ഷമാണെങ്കിലും ഈവൻ പ്രതിപക്ഷം ബലമുണ്ടാക്കാൻ നിൽക്കുവാണെന്ന് ഓക്കെ, പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് क्लियर ആയിട്ട് പറഞ്ഞൂടെ? जहां तक चर्चा का सवाल है, सरकार की ओर से किरण रिजिजू जी ने, जो हमारे पार्लियामेंट्री अफेयर्स मिनिस्टर है, उन्होंने बहुत स्पष्ट कर दिया है कि जो नीट आंदोलन के छात्र प्रदर्शन पर सभी प्रकार की चर्चा करने के लिए सरकार तैयार है और चर्चा के लिए समय 18 ദിവസമായിട്ട് പറയാണ്, ഇപ്പോഴാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് റെഡിയാണ്, നിങ്ങൾ സമയം പറ, ഞങ്ങൾ റെഡിയാണ്. 18 ദിവസം പ്രതിപക്ഷവും എല്ലാവരും അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കണേ. ശരിയാണ്, കാരണം ഇവരെ രണ്ടുപേരും ഒന്ന് കണ്ട് സംസാരിക്കാനായിട്ട്. എന്നിട്ട് പറയുവാണ് ഞങ്ങൾ റെഡിയാണ്. ഏത് 18 ദിവസം? ഇനി നോക്കിക്കോ, നാളെ എന്തെങ്കിലും ഇവർ അലമ്പാണെന്ന് പറഞ്ഞിട്ട് നാളത്തോടെ സഭ അങ്ങോട്ട് ക്ലോസ് ചെയ്യും. പിന്നെ പറയണ്ടല്ല. ഇനി ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അവിടെ പിന്നെ ആരും ചോദിക്കാനൊന്നുമില്ലല്ലോ. നമ്മുടെ മോദിജി ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ സോഷ്യൽ മീഡിയയിൽ പിന്നെ ആരും ചോദിക്കുകയും പറയുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു പത്രസമ്മേളനം നടത്തിക്കൂടെ, ഒരു ഓപ്പൺ പ്രസ് മീറ്റ് നടത്തിയാൽ എന്താ കുഴപ്പം? ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് वो भी चर्चा करूंगा कि आपने क्यों चर्चा नहीं चाहिए। भारतीय जनता पार्टी की मोदी जी के नेतृत्व में सरकार, एनडीए की मोदी जी के नेतृत्व में सरकार हर चीज पर चर्चा के लिए तैयार है। संसद वो चलने दे बस। आज मैं चैनलों के माध्यम से इन विपक्ष को कहना चाहता हूं कि आप एक पत्र 2 बजे तक लिख कर दे दीजिए स्पीकर साहब को। 3 बजे से चर्चा चालू कर देंगे और कल 3 बजे मैं जवाब दे दूंगा सारी चीजों का। संसद में चर्चा करने के नियम बने हैं, तरीके। അതായത് ഇദ്ദേഹം പറഞ്ഞു 2 മണിക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കൂ, 3 മണി തൊട്ട് നമുക്ക് ചർച്ച സ്റ്റാർട്ട് ചെയ്യാം, ആൻഡ് നെക്സ്റ്റ് ഡേ 3 മണിക്കുള്ളിലായിട്ട് ഇദ്ദേഹം അതിനുള്ള ആൻസർ തരാം എന്ന രീതിയിൽ. എനിക്ക് പാർലമെന്റ് രീതി കറക്റ്റ് അറിയില്ല. അതായത് ഇദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് നേരത്തെ കൊടുത്തു, അതെല്ലാം പഠിച്ചതിന് ശേഷം പിറ്റേ ദിവസം ഇദ്ദേഹം എന്ന് പറയാം, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ചർച്ചയല്ലല്ലോ. ചർച്ച എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഡിബേറ്റ് ആയിരിക്കണം. ഇവിടെ വന്ന് നിൽക്കുക, ഒരാൾ ചോദിക്കുക, അപ്പോൾ തന്നെ ആൻസർ കൊടുക്കുക, അതല്ലേ വേണ്ടത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞു ഇത്ര ഗൗരവമായ കാര്യം സംസാരിക്കുമ്പോൾ ഇങ്ങനെയല്ല, ഇതേപോലെ ഫോളോ ചെയ്യണം. അങ്ങനെയാണോ ശരിക്കും? അതായത് ക്വസ്റ്റ്യൻസ് നേരത്തെ തന്നിട്ട് പ്രിപ്പയർ ചെയ്ത് പിറ്റേ ദിവസമാണോ പറയുന്നത്? നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ്സിൽ മെൻഷൻ ചെയ്യണേ. शायद आपके पद्धति में होगा, मगर संसदीय पद्धति ये नहीं है।
संसद में एट लेंथ चर्चा होती है। आज 3 बजे से देर रात तक जब तक वो बैठे और कल दोपहर 3 बजे तक हम तो क्वेश्चन आवर भी सस्पेंड करने के लिए तैयार है अगर स्पीकर साहब अनुमति देते हैं। कल 3 बजे तक मैं चर्चा के लिए तैयार हूं। मैं खुद बैठूंगा, हर चीज लिखूंगा और हर चीज का जवाब दूंगा, जिससे देश की जनता के सामने सारी चीजें स्पष्ट हो जाए, दूध का दूध और पानी का पानी हो जाए। अब विपक्ष ഇത് സംഭവം നരേഷൻ നേരെ എടുത്തങ്ങോട്ട് തിരിച്ചിട്ടേക്കുക. അതായത് ഇത്ര നാളും ചർച്ച നടക്കാതിരുന്ന റീസൺ എന്ന് പറയാൻ നിങ്ങൾ മാത്രമാണ്. കാരണം നിങ്ങൾ ഇങ്ങനെ അലമ്പാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ ചേംബറിൽ വന്നിട്ട് തിരിച്ചു പോകുന്നത്. ഞങ്ങൾക്ക് പാർലമെന്റിലെ യോഗത്തിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ അലമ്പുണ്ടാക്കുന്നതുകൊണ്ടേ ഞങ്ങൾക്ക് വരാൻ പറ്റാതെ. ഞങ്ങൾ ഇന്നും പറയാണ് ചർച്ച ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഇതാ, ഞാൻ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷേ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ വന്ന് ഞങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പറയണം. അതാണ് ഇവർ ചോദിക്കുന്നത്. പക്ഷെ അതിന് ഇവർ തയ്യാറല്ല. ഇവരെന്തുകൊണ്ടാണ് ഭയക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാതെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്റ്റുഡൻറ് പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് ഇവർ പറയുന്നുണ്ട് ഇതിന്റെ പിന്നിൽ വേറെ കുറേ കൺട്രീസ് കളിക്കുന്നുണ്ട്. വിച്ച് മീൻസ് ചൈനയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, പാകിസ്ഥാൻ ഇൻവോൾവ്മെന്റ് ഉണ്ട്, US-ന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്റലിജൻസ് ഏജൻസിയും പിന്നെ റോ ഒക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ വിചാരിച്ചാൽ സുഖമായിട്ട് പിടിക്കാൻ പറ്റില്ല ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത്. ഈ റിപ്പോർട്ടൊക്കെ ആയിട്ട് ഫസ്റ്റ് ഡേ അമിത്ഷാ വന്നിട്ട് പാർലമെന്റിൽ പറയാണ്, ഇതേ നോക്ക്, ഇന്ന കൺട്രിയിൽ നിന്ന് സപ്പോർട്ട് ഇവർക്ക് വന്നിട്ടുണ്ട്, ഈ കൺട്രിയിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇത് ഇവരെല്ലാമാണ് ഇവരൊന്നും വന്നേക്കുന്നത്. ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞൂടെ? അല്ലാതെ ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറെ നരേഷൻ ഇറക്കുന്നുണ്ടല്ലോ, ഇവർ തീവ്രവാദമാണ് ഇതിന്റെ പിന്നാലെ, അതാണ് ഇതാണ് മറ്റേതാണ്, ആ പേരും പറഞ്ഞ് എത്ര പിള്ളേരെ തല്ലിക്കൂട്ടിയേക്കുന്നത്. അപ്പൊ അതെന്ത് ഇവർക്ക് പറയാൻ പറ്റാതെ? സോഷ്യൽ മീഡിയയിലൊന്നും പറയുന്നുണ്ട് ഇതിന്റെ പിന്നാലെ വേറെ കൺട്രീസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ തെളിവോടെ ഇവർക്ക് പാർലമെന്റിൽ വന്ന് പറയാൻ എന്താണ് ഇവർക്ക് ധൈര്യമില്ല? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. ഞാൻ ചോദിക്കുന്നതല്ല, ഇതാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. ഇതിനുള്ള ആൻസർ നിങ്ങൾ കൊടുത്തേ പറ്റൂ, അല്ലാതെ ഒഴിഞ്ഞു മാറിയിട്ടും ഒരു കാര്യമില്ല. നാളെ ഒരു ദിവസം കൂടിയുണ്ട് പാർലമെന്റ് പിരിയാൻ. നമുക്ക് നോക്കാം എന്താണ് നടക്കാന്നുള്ളത്. അപ്പോൾ ഗൈസ്, എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യട്ടോ. അതായത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.